ആ ചർച്ചകളുടെ ഭാഗമായി 16 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. കൊല്ലത്ത് RSPയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും. ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു, അവർ അഭ്യർത്ഥിച്ചിരുന്നു. മൂന്നാമത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് എടുക്കും. ഭരണത്തിൽ സാധാരണ UDF എത്തുമ്പോൾ 3 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് മുസ്ലിം ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത്. അത് തീർച്ചയായും ആ 2 സീറ്റ് മുസ്ലിം ലീഗിന് UDF ഭരണത്തിലെത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന കാര്യവും നേരത്തെ ഉണ്ടായിരുന്നതാണ്. 3-2 ചെയ്തിരുന്നത്. 6 എണ്ണം ഭരണപക്ഷത്തിന് കിട്ടും, അതിൽ 3 എണ്ണം കോൺഗ്രസും 2 എണ്ണം ലീഗിനുമാണ് കൊടുക്കാറുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യും ഗവൺമെന്റ് അധികാരത്തിൽ. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അവര് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകരും അവരുടെ നേതാക്കളും ഒരു മൂന്നാമത്തെ ഒരു സീറ്റ് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു, അവരാഗ്രഹിച്ചിരുന്നു. ഞങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകമായ സാഹചര്യവും ചില അറേഞ്ച്മെന്റ്സും ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കി. അവരെ അർഹതയെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അവർക്ക് പൂർണ്ണമായ അർഹതയുണ്ട്. വളരെ ഭംഗിയായി മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും സമയോചിതമായി ഉണർന്നു പ്രവർത്തിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് വളരെ വിശദമായ ചർച്ചകളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തെങ്കിലും UDFന്റെ ഐക്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും കൂടുതൽ ശക്തമായി ഒരു ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം നടത്തി 20-ൽ 20 സീറ്റും വാങ്ങിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് UDFന്റെ പൊതുവായ തീരുമാനം. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. അപ്പോൾ അത് പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് നിങ്ങളെ പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ എല്ലാം അറിയിക്കും. അത് നമ്മൾ ഇന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ്. അതിന്റെ പ്രാഥമികമായ ചർച്ചകളും മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ഞാനല്ല പറയേണ്ടത്, KPCC പ്രസിഡന്റാണ്. ഞാൻ UDF ചെയർമാൻ എന്നുള്ള നിലയിലാണ് UDFലെ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അദ്ദേഹം എല്ലാവരുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വവും കൂടി ആലോചിച്ച് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയും. തീർച്ചയായിട്ടും അവര് ഞങ്ങൾ പറഞ്ഞല്ലോ, അന്ന് ഞങ്ങൾ തമ്മിലൊരു ധാരണയായെങ്കിലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദേശത്തായതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് വേണം അവർക്കത് പറയാൻ എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കും ദേശീയ നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ലാതെ ഒന്നും ഒളിച്ചു വെച്ചതല്ല. അന്ന് ഈ 2 അപ്രൂവൽ കിട്ടാതെ അവർക്കും പറയാൻ പറ്റില്ല, ഞങ്ങൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താതെ ഞങ്ങളത് ഇന്ന് പറയാം. ഇന്നലെ പറയേണ്ടതാണ്. അപ്പോൾ ഇന്നലെ അവരുടെ മീറ്റിംഗ് നടന്നില്ല, ഇന്നാണ് അവരുടെ മീറ്റിംഗ്. അതെ. അതുകൊണ്ട് അങ്ങനെ അവർ നമ്മുടെ രാജ്യസഭ അടുത്ത പ്രാവശ്യം നമുക്ക് തരും എന്നതുകൊണ്ട് മാത്രം അവർക്ക് പിന്നീട് UDF ഭരണത്തിലെത്തുമ്പോൾ സാധാരണ കിട്ടാറുള്ള 2 എണ്ണത്തിൽ ഒരു കുറവും വരുത്തില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് അടുത്ത രാജ്യസഭ സീറ്റ് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ ലീഗിന് കൊടുക്കും. പിന്നീട് വരുന്നത് ഞങ്ങൾ എടുക്കും. അപ്പോൾ അടുത്തത് അവർക്ക് 2 എണ്ണം ഞങ്ങൾ ഉറപ്പുവരുത്തും. സാധാരണ പ്രതിപക്ഷത്തുള്ളപ്പോൾ 1 എണ്ണമാണ് ലീഗിനുണ്ടാകാറുള്ളത്. ഇപ്രാവശ്യം അത്
ഈ 2 വർഷം മുമ്പ് തന്നെ 2 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പോ എല്ലാ പ്രാവശ്യവും UDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസിന് 3 ലീഗിന് 2 ആ ലീഗിന്റെ 2 ഉണ്ടെന്ന് ഞങ്ങൾ അപ്പോൾ ഉറപ്പുവരുത്തും.